ഹലോ, വെൽക്കം ബാക്ക് ടു Magnajuris. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ സബ്ജക്റ്റാണ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് അവർ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് നമ്മുടെ പാർട്ട് 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓൾ ദ ബേസിക് ഐഡിയാസ് യു നീഡ് ടു നോ ടു അണ്ടർസ്റ്റാൻഡ് ദ റെസ്റ്റ്. ഓക്കെ, സോ നമുക്ക് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് കൂടെ പോവാം. ഓക്കെ, വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഒരു സൊസൈറ്റിയിലെ അധിഷ്ഠാന നിയമങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഒരു സമൂഹത്തിലെ അധിഷ്ഠാന നിയമങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇൻ സിമ്പിൾ ടേംസ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് ആൻഡ് ഇറ്റ് ടെൽസ് us, അത് പറയുന്നത് എന്താണ്? ഹൂ ഗവേൺസ് us, ഹൗ ദേ ആർ ഇലക്റ്റഡ്, വാട്ട് പവേഴ്സ് ദേ ഹാവ്, വാട്ട് റൈറ്റ്സ് വി ഹാവ്. ഇതൊക്കെയാണ് അത് പറയുന്നത്. ഹൂ ഗവേൺസ് us, how they are elected, what powers they have, what rights we have. For example, think of it like the manual for how India works. Just like a phone has a user manual, India has the constitution. So എന്താണ്? Just like a phone has a user manual, ഫോണിന് യൂസർ മാനുവൽ ഉള്ള പോലെയാണ് ഇന്ത്യ ഹാസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷനും. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് പാർട്ട്, ഹിസ്റ്ററി ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഫ്രം ബ്രിട്ടീഷ് രാജ് റിപ്പബ്ലിക്. എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററിയും ബാക്ക്ഗ്രൗണ്ടും നമുക്ക് നോക്കാം. സോ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റ് ചെയ്തത് എന്നാണ്? അഡോപ്റ്റഡ് ഓൺ 26 നവംബർ 1949 ആണ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ഓൺ 26 നവംബർ 1949 ആൻഡ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 ജാനുവരി 1950. 1949 നവംബർ 26 അഡോപ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിലും കെയിം ഇൻ ടു ഫോഴ്സ് ആവാൻ 26 ജാനുവരി 1950 ആണ്. സോ നമുക്കറിയാം എന്താണ് നമ്മൾ 26 ജാനുവരിന്ന്. ദാറ്റ്സ് വൈ വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ. അതുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബിഫോർ ദാറ്റ് വി ഫോളോഡ് സെവറൽ ബ്രിട്ടീഷ് ലോസ് ലൈക്ക് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്സ്. ഓക്കെ, അതിന് മുന്നേ ഇത് കെയിം ഇൻ ടു ഫോഴ്സ്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സിന് മുന്നേ നമ്മൾ എന്താണ് ഫോളോ ചെയ്തിരുന്നത്? ബ്രിട്ടീഷ് ലോസ് ലൈക്ക് എന്താ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്സ് ആണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ 26 ജാനുവരി 1950 ശേഷമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡ്രാഫ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണ്? ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആൻഡ് ദാറ്റ് വാസ് ഹെഡഡ് ബൈ ഡോക്ടർ BR അംബേദ്കർ. ആരാണ് ഹെഡ് ചെയ്തിരുന്നത്? ഡോക്ടർ BR അംബേദ്കർ, ഹൂ ഈസ് ഓൾസോ കോൾഡ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനാൽ തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദർ എന്നാണ്. ഓക്കെ, ഹെഡഡ് ബൈ ഡോക്ടർ BR അംബേദ്കർ, ഹൂ ഈസ് ഓൾസോ കോൾഡ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ടുക്ക് 2 years 11 months and 18 days ടു ഡ്രാഫ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? 2 വർഷം 11 മാസം 18 ദിവസം എടുത്തു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡ്രാഫ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, അതായത് സ്പെഷ്യാലിറ്റീസും ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? റിട്ടൺ ആൻഡ് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യ ഹാസ് ദ മോസ്റ്റ് ഡീറ്റെയിൽഡ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. അതായത് വേൾഡിലെ തന്നെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിട്ടൺ ആൻഡ് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്കാണ്. ഓക്കെ, സോ റിട്ടൺ ആൻഡ് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഫസ്റ്റത്തെ ഫീച്ചർ, ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് അത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? പാർലമെൻ്ററി സിസ്റ്റം. അതായത് ലൈക്ക് ദ UK വി ഫോളോ എ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. അതായത് UK പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ് ഫോളോ ചെയ്യുന്നത്. എന്താ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ? പ്രസിഡന്റ് ഈസ് ദ നോമിനൽ ഹെഡ്. പ്രസിഡന്റ് ആയിരിക്കും അവിടുത്തെ നോമിനൽ ഹെഡ് ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ റിയൽ എക്സിക്യൂട്ടീവ്. അവിടെ എക്സിക്യൂട്ടീവ് പവേഴ്സിൻ്റെ ഹെഡ് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ഈസ് ദ റിയൽ എക്സിക്യൂട്ടീവ് ആൻഡ് ദ പ്രസിഡന്റ് ഈസ് ദ നോമിനൽ ഹെഡ്. ഓക്കെ, അതാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. അപ്പോൾ UK പോലെ ഇന്ത്യയിലും വി ഫോളോ എ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. അതാണ് പാർലമെൻ്ററി സിസ്റ്റം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? പാർലമെൻ്ററി സിസ്റ്റമാണ്. ആൻഡ് നെക്സ്റ്റ്, ഫെഡറൽ ഇൻ ഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. അതായത് സ്റ്റേറ്റ് പവർ എക്സിസ്റ്റ് ബട്ട് സെൻറ്റർ ഹാസ് മോർ പവർ ലൈക്ക് ഡ്യൂറിങ് എമർജൻസി. സ്റ്റേറ്റ് പവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ സെൻറ്ററിനായിരിക്കും
കൂടുതൽ പവർ, അതായത് എമർജൻസിയിലൊക്കെ നമുക്കത് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ദാറ്റ്സ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഗ്യാരണ്ടീഡ് അണ്ടർ, ദേ ആർ ഗ്യാരണ്ടീഡ് അണ്ടർ പാർട്ട് 3 ആൻഡ് പാർട്ട് 4A. ഓക്കെ, പാർട്ട് 3യും പാർട്ട് 4Aയിലുമാണ് അത് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്. ദീസ് ആർ യുവർ സിവിൽ ലിബർട്ടീസ് ആൻഡ് ഡ്യൂട്ടീസ് ആസ് എ സിറ്റിസൺസ്. നമ്മുടെ സിവിൽ ലിബർട്ടീസും ഡ്യൂട്ടീസുമാണ് ഇതിൽ പറയുന്നത്. അതായത് ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നമുക്കുള്ള സിവിൽ ലിബർട്ടീസ് ആൻഡ് ഡ്യൂട്ടീസ്, അതൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും ഡ്യൂട്ടീസിലും പറയുന്നത്. അത് ഇതിലാണ് പറയുന്നത് പാർട്ട് 3 ആൻഡ് പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. കോർട്ട്സ് ആർ ഫ്രീ ഫ്രം ഗവൺമെൻറ് കൺട്രോൾ. അതായത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ നിന്ന് കോർട്ട്സ് എല്ലാം തന്നെ ഫ്രീ ആയിരിക്കും. ദി പ്രൊട്ടക്റ്റ് യുവർ റൈറ്റ്സ്. അതാണ് നമ്മുടെ ജുഡീഷ്യറിയാണ് നമ്മുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണത്. ഓക്കെ, സോ നമ്മളെന്താ കണ്ടത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സും കണ്ടു, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയും കണ്ടു. ഇനി നെക്സ്റ്റ് സെക്യുലറിസം. സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. സ്റ്റേറ്റിന് ഒഫീഷ്യലായിട്ട് ഒരു റിലീജിയൻ പോലും ഇല്ല. ഓൾ റിലീജിയൻസ് ആർ ട്രീറ്റഡ് ഈക്വലി. നമ്മുടെ ഇന്ത്യയിലുള്ള, അതാണ് നമ്മുടെ ഡൈവേഴ്സിറ്റി, നമ്മുടെ കൾച്ചർ അങ്ങനെയാണ്. സോ എന്താണ്? ഓൾ റിലീജിയൻസ് ആർ ട്രീറ്റഡ് ഈക്വലി. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ റിലീജിയൻസിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യും, ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യും. അതാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. എവ്രി അബവ് 18 ക്യാൻ വോട്ട്. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സിറ്റിസൻസിനും വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ്, ജെൻഡർ, റിലീജിയൻ ഓർ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനോ റിലീജിയനോ ജെൻഡറോ കാസ്റ്റോ അതൊന്നും വ്യത്യാസമില്ലാതെ 18 വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. സോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഫീച്ചേഴ്സ് റിഫ്ലക്ട് ദ യുണീക്ക് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ നേഷൻ. നമ്മുടെ നേഷൻ്റെ യുണീക്ക് സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് കൊണ്ട് നമുക്കിവിടെ റിഫ്ലക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. വിത്ത് ഇറ്റ്സ് എക്സ്റ്റെൻസീവ് ലെങ്ത്, അതായത് അതിൻ്റെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വേൾഡിലെ തന്നെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ എക്സ്റ്റെൻസീവ് ലെങ്ത് കൊണ്ടും അതിൻ്റെ യുണീക്ക് സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് കൊണ്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് അതൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് എൻകാപ്സുലേറ്റ്സ് എ വൈഡ് അറേ ഓഫ് റൈറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് അപ്ഹോൾഡ് ഡെമോക്രസി ആൻഡ് ജസ്റ്റിസ്. അതായത് ഒരുപാട് തരത്തിലുള്ള വൈഡ് അറേ ഓഫ് റൈറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട്. എന്തൊക്കെ? അത് എല്ലാം അപ്ഹോൾഡ് ചെയ്യണത് എന്താണ്? നമ്മുടെ ഡെമോക്രസീനെയും ജസ്റ്റിസിനെയാണ്. അതെല്ലാം ഈ റൈറ്റ്സും പ്രിൻസിപ്പിളും എല്ലാം അപ്ഹോൾഡ് ചെയ്യണത്. സോ അതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാം നമ്മുടെ അമെൻമെൻറ്റ് പ്രോസസ്സ്, പിന്നെ ഫെഡറൽ സ്ട്രക്ചർ, പിന്നെ DPSP, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താ പറയുന്നത്? ദീസ് പ്രിൻസിപ്പിൾസ് സേർവ്സ് ആസ് ഗൈഡ് ലൈൻസ് ഫോർ പോളിസി മേക്കിങ്ങിന് അതൊരു ഗൈഡ് ലൈൻ പോലെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മെയിൻ പാർട്ട് തന്നെയാണ് DPSP, Directive Principles of State Policy, and it aiming to establish a just society by fostering socio-economic rights and കോമ്പാറ്റിംഗ് ഇനീക്വാളിറ്റി. അതായത് ഇനീക്വാളിറ്റീനെ കോമ്പാറ്റ് ചെയ്തിട്ടും അതേപോലെ തന്നെ എന്താണ് സോഷ്യോ എക്കണോമിക് റൈറ്റ്സ് ഫോസ്റ്റർ ചെയ്തിട്ടുമാണ് അതൊരു സൊസൈറ്റീനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എയിമിംഗ് ടു എസ്റ്റാബ്ലിഷ് ജസ്റ്റ് സൊസൈറ്റി. ഓക്കെ, അതാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ആൻഡ് ഫെഡറൽ സ്ട്രക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീലിനിയേറ്റ്സ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. എന്താണ്? സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും തമ്മിലുള്ള പവേഴ്സ് ഡീലിനിയേറ്റ് ചെയ്യാനുള്ള ഒരു പവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷിംഗ് എ ഫെഡറൽ സ്ട്രക്ചർ ദാറ്റ് അലോസ് ഫോർ ലോക്കൽ ഗവേണൻസ് വൈൽ മെയിൻറ്റെയിനിങ് നാഷണൽ യൂണിറ്റി. നാഷണൽ യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്താ ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷിംഗ് എ ഫെഡറൽ സ്ട്രക്ചർ ദാറ്റ് അലോസ് ലോക്കൽ ഗവേണൻസും കൂടെ അത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അമെൻമെൻറ്റ് പ്രോസസ്സ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് എ ക്ലിയർ പ്രോസസ് ഫോർ ഇറ്റ്സ് അമെൻമെൻറ്റ്. അതായത് അമെൻമെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം, ഭേദഗതിയാണ് അമെൻമെൻറ്റിൻ്റെ മലയാളം വേർഡ്. ഓക്കെ, അലൗവിങ് ഫോർ അഡാപ്റ്റബിലിറ്റി വൈൽ എൻഷുവറിങ് ദാറ്റ് ഫണ്ടമെൻ്റൽ ചേഞ്ചസ്, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും കാര്യങ്ങളിലും വരുന്ന ചേഞ്ചസ് ഒക്കെയാണ്, അതായത് ഭേദഗതി വരുത്തുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡാപ്റ്റബിലിറ്റി വൈൽ എൻഷുവറിങ് ദാറ്റ് ഫണ്ടമെൻ്റൽ ചേഞ്ചസ്, അതായത് ആ ഫണ്ടമെൻ്റൽ ചേഞ്ചസ് എന്താണ് എൻഷുർ ചെയ്യുന്നത്?
ദാറ്റ് വിൽ റിഫ്ലക്ട് ദ വിൽ ഓഫ് പീപ്പിൾ ആൻഡ് മെയിൻറ്റെയിൻ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെയാണ് നമ്മുടെ അമെൻമെൻറ്റ് പ്രോസസ്സ് മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് എന്താണെന്ന് നോക്കുന്നതെന്ന് വെച്ചാൽ പാർട്സ് ആൻഡ് ഷെഡ്യൂൾസ് ആൻഡ് ആർട്ടിക്കിൾസ്. അതൊക്കെയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കാൻ പോകുന്നത്. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ സ്ട്രക്ചേർഡ് ഡോക്യുമെൻറ്റ്സ് വിത്ത് ലീഗൽ പ്രിസിഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. അതായത് വിത്ത് ലീഗൽ പെർഫെക്ഷൻ, ലീഗൽ നൈസിറ്റി, അങ്ങനെ അത്രയും പെർഫെക്ഷനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ എത്രയുണ്ട്? 25 പാർട്സ്. 25 പാർട്സിൽ എന്താണ്? ഈച്ച് പാർട്ട് കവേഴ്സ് സ്പെസിഫിക് ഏരിയാസ് ലൈക്ക് സിറ്റിസൺഷിപ്പ്, നമ്മുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, അതിനെക്കുറിച്ചെല്ലാം ഈ 25 പാർട്ടിലെ ഓരോ പാർട്ടുകളിലും സ്പെസിഫിക് ഏരിയാസ് ആയിട്ട് ഇതിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനെയൊക്കെ കുറിച്ചാണ്? സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എക്സെട്ര. ഓക്കെ. ഇനി 12 ഷെഡ്യൂൾസ്, 12 ഷെഡ്യൂളുണ്ട്. അതായത് ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 25 പാർട്സ്, 12 ഷെഡ്യൂൾസ്, 470+, അതായത് ഇനീഷ്യലി 395 ആർട്ടിക്കിൾസേ ഉള്ളൂ. അത്രയും ആർട്ടിക്കിളായിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്താണ്? 25 പാർട്സ്, 12 ഷെഡ്യൂൾസ് ആൻഡ് 470+ ആർട്ടിക്കിൾസ്. ഇനീഷ്യലി എത്രയാണ്? 395 ആർട്ടിക്കിൾസേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതിൽ 25 പാർട്സിലാണ് നമ്മൾ കണ്ടത്. ഈച്ച് പാർട്ട് കവേഴ്സ് സ്പെസിഫിക് ഏരിയാസ് ലൈക്ക് സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എക്സെട്ര. ഇനി 12 ഷെഡ്യൂളുണ്ട്. ആ 12 ഷെഡ്യൂൾസിലായിട്ട് അതിലെന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? അഡീഷണൽ ഡീറ്റെയിൽസ് സച്ച് ആസ് അലോക്കേഷൻ ഓഫ് പവേഴ്സ്, നമ്മുടെ പവേഴ്സിൻ്റെ അലോക്കേഷൻ, ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ്, ഏതൊക്കെ ടൈപ്പ് ലാംഗ്വേജസ് ഇന്ത്യയിലുണ്ട്, ആൻഡ് സാലറി ഡീറ്റെയിൽസ് എക്സെട്ര. ഇതൊക്കെയാണ് 12 ഷെഡ്യൂളുകളിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി 470+ ആർട്ടിക്കിൾസ് നമ്മൾ കണ്ടു. ഇനീഷ്യലി 395 ആർട്ടിക്കിൾസേ ഉള്ളൂ. ഇതെല്ലാം ദീസ് ആർ ദ സ്പെസിഫിക് ലീഗൽ പ്രൊവിഷൻസ്. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ്, ആർട്ടിക്കിൾ 1, 2, 3 അങ്ങനെ ബ്ലാ ബ്ലാ, അതെല്ലാം അതിനെക്കുറിച്ചാണ് പറയുന്നത്. സ്പെസിഫിക് ലീഗൽ പ്രൊവിഷൻസ് ആണ്. ആൻഡ് എന്താണ് ഇതിൽ? പാർട്സ് ചാപ്റ്റേഴ്സ് ആണ്, ആർട്ടിക്കിൾസ് ക്ലോസസ് ആണ്, ഷെഡ്യൂൾസ് അപ്പൻഡൈസസ്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ ടെക്സ്റ്റ് ബുക്ക്. അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നോക്കാൻ പറ്റും. അതായത് പാർട്സ് ആ ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിലെ പാർട്സ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്സ് ടെക്സ്റ്റ് ബുക്കിൽ വരുമ്പോൾ ചാപ്റ്റേഴ്സ് ആവും. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് ടെക്സ്റ്റ് ബുക്കിലെ പാരഗ്രാഫ്സ് ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ? പാർട്സ് ചാപ്റ്റേഴ്സ്, ആർട്ടിക്കിൾസ് ആർ പാരഗ്രാഫ്സ് ആൻഡ് ഷെഡ്യൂൾസ് ആർ ലൈക്ക് അപ്പൻഡൈസസ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. And we are moving to the next important thing, the preamble of Indian Constitution. അതായത് the soul of the Constitution. Preamble എന്താണ്? Soul of the Constitution എന്നാണ് അറിയപ്പെടുന്നത്. So called preamble. ഓക്കെ. the people of India, അങ്ങനെയാണ് നമ്മുടെ preamble സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ പ്രിയാമ്പിൾ വെച്ചിട്ടാണ്. പ്രിയാമ്പിൾ മീൻസ് ഒരു ആമുഖം പോലെയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോളംലി അങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇതിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിക്ലെയർസ് ഇന്ത്യ ടു ബി, എന്തൊക്കെയായിട്ടാണ് ഇന്ത്യനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. എന്തൊക്കെയാണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട ഒരു 5 പോയിൻറ്റ്സ് ആണ്. പോയിൻറ്റ്സ് മീൻസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് ദ പ്രിയാമ്പിൾ ആണ്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. ഓക്കെ. ഇതിൽ സോവറിൻ, വി ആർ ഫ്രീ ഫ്രം ഫോറിൻ കൺട്രോൾ ആണ് സോവറിൻ പറയുന്നത്. സോഷ്യലിസ്റ്റ് എന്താണ്? വി എയിം ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ആൻഡ് സെക്യുലർ ടെൽസ് ഓൾ റിലിജിയൻസ് ആർ ഈക്വൽ. ആൻഡ് ഡെമോക്രാറ്റിക്, പവർ ലൈസ് വിത്ത് ദ പീപ്പിൾ. എന്നാണ്? പവർ ലൈസ് വിത്ത് ദ പീപ്പിൾ. ആൻഡ് റിപ്പബ്ലിക്, ഇലക്റ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഇതൊക്കെയാണ് ഈ 5 വേർഡ്സ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മുടെ പ്രിയമ്പിളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ആണ് ഇതൊക്കെ. എന്താണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. ആൻഡ് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. വൈ ഷുഡ് ലോ സ്റ്റുഡൻസ് കെയർ അബൌട്ട് ഓൾ ദിസ്? ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് ജസ്റ്റ് തിയറി. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു തിയറി മാത്രമല്ല, ഇറ്റ്സ് ദ ബേസ് ഓഫ് ഓൾ അതർ ലോസ്. എല്ലാ ലോസിൻ്റെയും ബേസാണ്. നമ്മൾ എവിടെ ലോ നോക്കിയാലും അതിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ ലോസിൻ്റെയും ബേസാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈവൻ IPC, CRPC, അതായത് നവഡേയ്സ് BNS, എവിഡൻസ് ആക്ട് എല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് വാലിഡ് ആക്കുന്നത്. അപ്പോൾ ആൻഡ് വിത്തൗട്ട് നോയിങ് യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാണ്ടേ
അറിയാണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയാണ്ട് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് എനി സബ്ജക്റ്റ് ഇൻ ലോ പ്രോപ്പർലി. അതാണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും ലോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ കോർട്സ് ഇൻ്റർപ്രറ്റ് ലോസ് ഇൻ ലൈറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിൻ്റെ ലൈറ്റിലാണ് കോർട്സ് ലോസ് ഇൻ്റർപ്രറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഫോർ ടുഡേ. ഇന്നത്തെ സെഷനിൽ ഇത്രയൊക്കെയാണ് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുള്ളത്. എന്തൊക്കെയാണ്? വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു, ആൻഡ് ഹിസ്റ്ററി ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഫ്രം ബ്രിട്ടീഷ് രാജ് ടു റിപ്പബ്ലിക്, ആൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടു. പിന്നെ പാർട്സ് ഷെഡ്യൂൾസ് ആൻഡ് ആർട്ടിക്കിൾസ് കണ്ടു. പിന്നെ പ്രിയാമ്പിൾ, ദ സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടു. ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഈ പാർട്ടിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ കംപ്ലീറ്റ്ലി. എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ തിങ്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഹെൽപ്ഫുൾ ആയെന്ന്. അതേപോലെ തന്നെ ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ, പാർട്ട് 2 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കുറച്ചും കൂടി ഡീപ്പറായിട്ടായിരിക്കും പോവുക. ആൻഡ് ദ ബേസിക് സ്ട്രക്ചർ, പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അതെല്ലാമായിരിക്കും നമ്മൾ കവർ ചെയ്യുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കാം. ടിൽ ദെൻ, ഹാപ്പി ലേണിംഗ്, ലവ്ലി.